മക്കളെ തെർമോഡൈനാമിക്സ് NCERT ക്വസ്റ്റ്യൻ 5.2 അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, പക്ഷെ മാർക്ക് ഈസി ആയിട്ട് കിട്ടെ. 2 ലിറ്റർ ഓഫ് an ഐഡിയൽ ഗ്യാസ് at a pressure of 10 atm. 10 atm പ്രഷറുള്ള 2 ലിറ്റർ ഗ്യാസ്, 10 ഒരു സിലിണ്ടർ ഒരു കണ്ടെയ്നറിൽ 10 atm പ്രഷറിൽ 2 ലിറ്റർ ഗ്യാസ് കളക്ട് ചെയ്യുന്നുണ്ട്. എക്സ്പാൻഡ് ഐസോതെർമലി at 25 degrees Celsius into വാക്വം എക്സ്പാൻഷൻ ആണ്. അതായത് എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. വാക്വത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ ഈസ് ഈക്വൽ ടു 0. അത് ആദ്യം മനസ്സിലാക്കണം. വാക്വം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ P external is equal to 0. എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. എക്സ്റ്റേണൽ പ്രഷർ എന്താ 0 ആണ്. ഓക്കെ, until its volume to 10 ലിറ്റർ, 2 ലിറ്റർ 10 ലിറ്റർ ആയി മാറുക. 2 ലിറ്റർ ഗ്യാസ് ആണ് 10 atm പ്രഷർ. ആ സിലിണ്ടറിലെ ഗ്യാസിന്റെ പ്രഷറാണ് 10 atm. ആ പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ അല്ല. എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം അത് വാക്വത്തിലേക്കാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. വാക്വം എക്സ്പാൻഷൻ ആണ്, വാക്വം എക്സ്പാൻഷൻ. ഓക്കെ, until its volume become 10 ലിറ്റർ. സോ V1 is equal 2 ലിറ്റർ ആണ്. V1 is equal 2 ലിറ്റർ ആണെങ്കിൽ V2 is equal 10 ലിറ്റർ ആണെന്ന് മനസ്സിലായി. 10 ലിറ്റർ ആണ്. ഓക്കെ, how much heat is absorbed and how much work done in this expansion? അതായത് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു, എത്ര വർക്ക് ചെയ്യുന്നുള്ള. Q is equal to minus W ഇതാ. Q is equal to minus W ആണ് അല്ലെ. Q is equal to minus W. അപ്പൊ മൈനസ് W എന്ന് പറഞ്ഞാൽ എന്താ? Q is equal to W അറിയില്ല, മൈനസ് P external delta V എന്നല്ല, P external delta V. or Q is equal to minus P external, external pressure is equal to 0 ആണ്. Delta V എന്ന് പറഞ്ഞാൽ 10 minus 2 change in volume, that is minus 0 into 8 ലിറ്റർ ആണ്. That's equal to 0. Q is equal to 0. Q0 എന്ന് പറഞ്ഞാൽ W എന്തായിരിക്കും? W also 0. Q0 ആണെങ്കിൽ W എന്തായിരിക്കും? 0. അതായത് ആ ഗ്യാസ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യില്ല, വർക്ക് ചെയ്യുകയില്ല അല്ലെ. ഹീറ്റ് എനർജി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ വർക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം ഇത്രയേ ഉള്ളൂ നമ്മൾ വാക്വം എക്സ്പാൻഷൻ. വാക്വം എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇത്ര ആലോചിച്ചോ, വാക്വത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ പ്രഷർ എന്താ? 0 ആണ്. ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യില്ല. ക്ലിയർ അല്ലേ മക്കൾ? ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, NCERT പ്രോബ്ലം 5.3. ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ്. കൺസിഡർ ദ സെയിം എക്സ്പാൻഷൻ ബട്ട് ദിസ് ടൈം അഗെയിൻസ്റ്റ് കോൺസ്റ്റന്റ് എക്സ്റ്റേണൽ പ്രഷർ ഈസ് 1 atm. അതായത് നമ്മൾ വാക്വം എക്സ്പാൻഷൻ ആണെങ്കിൽ വർക്ക് എന്തായിരുന്നു? 0. പക്ഷേ 1 atm പ്രഷറിലാണെങ്കിൽ നമുക്ക് വർക്ക് പറയാം. വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് P external delta V എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് P external മൈനസ് ഇൻറ്റു 1 atm പ്രഷറാണ്. ചേഞ്ച് ഇൻ വോളിയം ഈസ് ഈക്വൽ ടു 8 ലിറ്റർ ആണ് അല്ലേ. സോ എന്ത് കിട്ടി? 8 - 8 ലിറ്റർ അറ്റ്മോസ്ഫിയർ കിട്ടും. ക്ലിയർ?